വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി നൽകി, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിയിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിന്റെ ക്രിസ്തു ആണ്. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ബെത്സയിദയിൽ വെച്ച് ശിഷ്യന്മാർക്ക് നൽകിയ പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം യേശു തനിച്ച് പ്രാർത്ഥനയിൽ മുഴുകാനിടവന്നു എന്നാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത്. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു പ്രാർത്ഥന പൂർത്തിയാക്കിയതിനു ശേഷം ശിഷ്യന്മാരോടായിട്ട് ശ്രദ്ധേയമായ ഒരു കാര്യം ചോദിച്ചറിയുന്നു. ആകട്ടെ, നിങ്ങൾ ജനങ്ങളുമായിട്ട് പരിചയപ്പെടുകയും അവരുടെ ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്തില്ലേ ഇതിനകം? എന്താണ് ജനങ്ങളുടെ ഇടയിൽ എന്നെ പറ്റിയുള്ള അഭിപ്രായം? പൊതുവെ ഞാൻ ആരാണ് എന്നാണ് അവരുടെ ഇടയിൽ ഉള്ള ചിന്ത. അതിന് ഉത്തരമായിട്ട് ശിഷ്യന്മാരിൽ പ്രമുഖനായിട്ടുള്ള പത്രോസ് പറയുന്നു, നിന്നെ പറ്റി ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാണ്. ഒരു ഭാഗം ജനങ്ങൾ വിചാരിക്കുന്നത് മരിച്ചുപോയ യോഹന്നാൻ മാംദാന ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന രീതിയിലാണ് നിന്നെ അവർ നോക്കിക്കാണുന്നത്. പ്രവാചക ശ്രേഷ്ഠനായിട്ടുള്ള ഏലിയ എന്ന രീതിയിലാണ് മറ്റു ചിലർ നിന്നെ വീക്ഷിക്കുന്നത്. മറ്റു ചിലരാകട്ടെ നമ്മുടെ പൂർവ പ്രവാചകന്മാരിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു അവതാരമായിട്ടാണ് നിന്നെ ജനങ്ങൾ പൊതുവെ കാണുന്നത്. ഒരു ദൈവിക പ്രസരണമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ജനങ്ങളുടെ ഇടയിൽ നീ അറിയപ്പെടുന്നത്. യേശു അവരുടെ ഉത്തരം കേട്ടതിന് ശേഷം രണ്ടാമതൊരു ചോദ്യം അവരോടായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആരാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശിഷ്യന്മാരോടായിരുന്നു ആ ചോദ്യം. അതിന് ഉത്തരമായിട്ട് പത്രോസ് പറയുന്നു, നീ സാക്ഷാൽ ദൈവത്തിന്റെ അഭിഷിക്തനായിട്ടുള്ള ക്രിസ്തുവാണ്. ഇത്രയും സമ്മിക്കായ രീതിയിലാണ് സുവിശേഷകനായ ലൂക്ക ആ സംഭവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ മറ്റ് സുവിശേഷകന്മാർ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം, ആ സംഭവം അല്പം വിശദമായ രീതിയിൽ അതിന്റെ പശ്ചാത്തലത്തോടു കൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് നാം ഗ്രഹിക്കണം. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താതെ വളരെയേറെ സാങ്കേതിക മികവ് പുലർത്തിക്കൊണ്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ സംഗ്രഹിച്ച് തന്റെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ലൂക്ക ഈ ഏതാനും വാക്യങ്ങളിൽ കൂടെ. ഇതാണ് പരമ്പരാഗതമായിട്ട് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്ന രീതിയിൽ അറിയപ്പെടുന്ന സുവിശേഷത്തില് നാം കാണുന്ന ഭാഗം.